ഹായ് ക്രോഷറ്റ് ലവേഴ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ട്രിപ്പിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാൻ കുറച്ച് ചെയിൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ട്രിപ്പിൾ ക്രോഷറ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ നേരത്ത് ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്ത് അപ്പോൾ നമ്മൾ ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യാൻ നേരത്ത് 2 പ്രാവശ്യമാണ് യാൺ ഓവർ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ നേരത്ത് ഒരു പ്രാവശ്യം ചെയ്തു, ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യാൻ നേരത്ത് 2 പ്രാവശ്യം ചെയ്യണം. അതുപോലെ തന്നെ സിംഗിൾ ക്രോഷറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു. ഡബിൾ ക്രോഷയും ഹാഫ് ഡബിൾ ക്രോഷയും ചെയ്യാൻ നേരത്ത് 2 ചെയിൻ സ്കിപ്പ് ചെയ്തു, മൂന്നാമത്തേൽ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 2 3 4 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ ചെയിനിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ 5ാമത്തെ ഹുക്കിനകത്താണ് 5ാമത്തെ ചെയിനകത്താണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകാം. ശ്രദ്ധിച്ച് നോക്കുക. 2 പ്രാവശ്യമാണ് ഓവർ ചെയ്ത് 1 2 3 4 5 ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് മുകളിലോട്ട് നമ്മൾ എടുത്തു. അപ്പം നമ്മുടെ ഹുക്കില് എത്ര ലൂപ്പുണ്ട്? 4 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ എടുത്ത്. അപ്പം നമ്മളെ ഹുക്കില് 3 ലൂപ്പുണ്ട്. യാൺ ഓവർ ചെയ്ത് വീണ്ടും 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ പിന്നും 2 ലൂപ്പുണ്ട്. പിന്നും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിന്റെ ഉള്ളിലൂടെ എടുത്തു. നമ്മുടെ ട്രിപ്പിൾ ക്രോഷറ്റ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇനിയിപ്പോൾ എങ്ങനെ ടേൺ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ടേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ചെയിൻ ചെയ്യുക. നമ്മൾ എത്ര ചെയിനാണ് സ്കിപ്പ് ചെയ്ത അത്രയും ചെയിൻ നമ്മൾ ചെയ്യുക, ടേൺ ചെയ്യുക, 2 പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക, അടുത്ത ഹുക്കിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക, ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. ഇത് ഫിനിഷ് ചെയ്തിട്ട് വരാം കേട്ടോ. കണ്ടോ, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പോൾ ഇനി ടേൺ ചെയ്യുമ്പോൾ 4 ചെയിൻ ചെയ്യുക, ടേൺ ചെയ്യുക, ബാക്കി അങ്ങോട്ട് ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.